അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വഫാത്തിൻ്റെ ദിനമാണ് ഇന്ന്. ഈ ദിവസത്തിൽ മഹാനായ തങ്ങളുപ്പാപ്പാനെ ഓർക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു മിനിറ്റെങ്കിലും ആ സന്നിധിയിൽ ചെന്നിരുന്നവർക്ക് ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാകും. മരിക്കാത്ത ഓർമ്മകൾ, മറയാത്ത ഓർമ്മകൾ പറയാനുണ്ടാകും. ദിവസവും ഒട്ടനവധി മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ വന്നു പോകുന്ന ആ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അന്നത്തെ വലിയ തങ്ങളുടെ തിരുമുറ്റം ഒരു സാധാരണക്കാരനായ ഒരാൾ ചൊല്ലുമ്പോൾ അതേ പുഞ്ചിരിയോടെ, അതേ സ്വഭാവത്തിൽ, അതേ താഴ്മയോടെ പെരുമാറുന്ന പ്രകൃതമാണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടേത്. ഇത് ഏതെങ്കിലും ഒരു ലേഖനത്തിൽ നിന്നോ മറ്റാരുടെയെങ്കിലും പ്രസംഗം കേട്ടോ ഉദ്ധരിക്കുന്നതല്ല. പലർക്കും പലതും പറയാനുണ്ടാകും. എന്നാൽ ഇത് എൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവമാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, തൊട്ടാൽ ഒന്നും മുറിയാത്ത അത്രയും ഞാനുമായി ബന്ധമുള്ള ഒരാൾ ജീവിതത്തിൽ ഒരു പരാജയം നേരിടേണ്ടി വന്നപ്പോൾ കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും ആക്ഷേപിക്കുമോ ഒറ്റപ്പെടുത്തുമോ എന്ന് പേടിച്ച്, ഒറ്റപ്പെടുത്തിയിട്ടും ആക്ഷേപിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു മുൻ ധാരണ വെച്ചുകൊണ്ട് പേടിച്ച് വീട് വിട്ടു പോകേണ്ടി വന്ന ഒരവസ്ഥ. നേരെ ചെല്ലുന്നത് പാണക്കാടിൻ്റെ വലിയ തങ്ങളുടെ തിരുമുറ്റത്തേക്കാണ്. അപ്പോൾ പാണക്കാട് തങ്ങൾ പാപ്പ അന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ബീബി താത്താനെ വിളിച്ച് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നു മുതൽ ഇവളിവിടെ നിന്നോട്ടെ. എത്ര സൗമ്യമായി, ഏതോ ഒരാൾ, പേരും ഊരുമൊന്നും അറിയാത്ത ഒരാൾ തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ വീട് മുറ്റത്തേക്ക് അഭയം തേടി വന്നപ്പോൾ അതിന് എത്രത്തോളം സുന്ദരമായ രൂപത്തിൽ കൈകാര്യം ചെയ്തു. വലിയ വിശാലമുള്ള വലിയ മനുഷ്യർക്കല്ലാതെ ഇങ്ങനെ ഒരിക്കലും സാധ്യമാവുകയില്ല, ഒരു മന്ത്രിമാർക്കും സാധ്യമാവുകയില്ല. അവരെ അവിടെ 1, 2, 3 ദിവസം ആ വീടിൻ്റെ അടുക്കളയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി അവർ തിന്നുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ട് വളരെ സുന്ദരമായ രൂപത്തിൽ അവിടെ നിർത്തുകയാണ്. പിന്നീട് കുടുംബത്തിലെ മൂത്ത കാരണവർ എന്ന നിലക്ക് എൻ്റെ ഉപ്പാക്ക് മഹാനവറുകൾ ഒരു കത്തയക്കുകയാണ്, ഉടനെ പാണക്കാട് ചെല്ലണമെന്ന്. അങ്ങനെ ഉപ്പ പാണക്കാടെത്തുകയും ആ പ്രശ്നം അവിടെ നിന്ന് പരിഹരിക്കുകയും ചെയ്യുകയാണ്. ഇതെൻ്റെ കുടുംബത്തിലുണ്ടായ ഒരനുഭവമാണ്, മറക്കാത്ത അനുഭവമാണ്. മാത്രമല്ല, അവർ എന്നും പാണക്കാട് ചെന്നാൽ ആ കുടുംബങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. ആരോടാണ് സ്നേഹം? അഭയം തേടി വന്ന ഒരു സഹോദരിയോടാണ് കുടുംബത്തെ പോലെ സ്നേഹം. എന്തിനേറെ പറയുന്നു, അവരുടെ പെൺകുട്ടിയുടെ കല്യാണത്തിന് പോലും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഭാര്യയും മക്കളും ഇവിടേക്ക് സാധാരണക്കാരിയായ ആ കുട്ടിയുടെ കല്യാണത്തിന് വന്നതായി എനിക്ക് വളരെ അനുഭവം ഇപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാത്തൊരു ബന്ധമാണ്.